അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ മഹത്വമേറിയ സ്വലാത്ത് ഒരു ചെറിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് നിങ്ങൾ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ൻ്റെ മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലി തീർക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നടത്തിത്തരാത്തതായിട്ടുള്ള ഒരു മുറാദും ഉണ്ടാകില്ല. അതായത് ഈ സ്വലാത്ത് കൊണ്ട് നമുക്ക് നിറവേറി കിട്ടാത്തതായിട്ട് ഒന്നും തന്നെയില്ല. പ്രത്യേകിച്ച് ഈ സ്വലാത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലി തീർത്താൽ ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. റബീഉൽ അവ്വൽ 12-ന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം ഈ സ്വലാത്ത് ചൊല്ലി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് തുല്യതയില്ലാത്ത ഒരു കാര്യമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, ഞാനും എൻ്റെ മലക്കുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സ്വലാത്ത് ചൊല്ലാതെ പോകുന്നത് അത് നമുക്കൊരു വലിയ തീരാ നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളും ജീവിതത്തിൽ ധാരാളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്തും സ്വലാമും ചൊല്ലുക. നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും, സ്വലാത്തിനെ പോലുള്ള മറ്റൊരു ഇബാദത്ത് ഇല്ല എന്ന്. സ്വലാത്തിൻ്റെ പവർ എന്നുള്ളത് വലിയ അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ചൊല്ലാൻ എളുപ്പമുള്ള ഒരു ചെറിയ സ്വലാത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊരു ചെറിയ സ്വലാത്താണെങ്കിലും വലിയ മഹത്വമുള്ള വലിയ പവറുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളത് ചൊല്ലിത്തീരുമ്പോഴേക്കും നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടും. കാരണം ഇത് ഒരുപാട് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തിയ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചൊല്ലാം. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ചൊല്ലാൻ നല്ല ദിവസം പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലുമാണ്. വെള്ളിയാഴ്ച ദിവസം അല്ലാത്ത ദിവസങ്ങളിലും നിങ്ങളുടെ ആവശ്യം നിങ്ങൾ മനസ്സിൽ കരുതി ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം ചൊല്ലിയാൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടും. എന്നാലും ഏറ്റവും വലിയ മഹത്വമുള്ളത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ ചൊല്ലുന്നതാണ്. സ്വലാത്തും സ്വലാമും നമ്മൾ ജീവിതത്തിൽ ധാരാളമായിട്ട് അധികരിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുകയും നമുക്ക് ഒരുപാട് വലിയ സ്ഥാനമാനങ്ങളും പദവികളും നമ്മിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതായത് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ദുനിയാവിൽ എല്ലാ കാര്യത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക. എവിടെയും പരാജയം ഉണ്ടാകില്ല. അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നിറവേറ്റി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്കൂളിൽ പോകുന്ന മക്കളുള്ള രക്ഷിതാക്കളൊക്കെ നിർബന്ധമായിട്ടും മക്കളോടും സ്വലാത്ത് ധാരാളം ചൊല്ലാൻ പറയുക. കാരണം രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ ഭയമായിരിക്കും കുട്ടികൾ സ്കൂളിലും മദ്രസകളിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുന്നത് വരെ ഒരു മനസ്സമാധാനവും ഉണ്ടാകില്ല. എന്നാൽ നിങ്ങൾ കുട്ടികളോട് ധാരാളം സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞാൽ, ചുരുങ്ങിയതൊരു 10 സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തിൽ നിന്നും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും ദുസ്വഭാവമുള്ള കൂട്ടുകെട്ടിൽ നിന്നുമൊക്കെ നിങ്ങളുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുന്നതാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ധാരാളമായിട്ടും സ്വലാത്ത് ചൊല്ലിയാൽ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ മേലിൽ ആരെങ്കിലും ഒരാൾ ധാരാളം സ്വലാത്തിനെ പെരുപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യം എടുത്തു കളഞ്ഞ് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകുന്നതാണ്. എന്നോട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. കാരണം എന്താണ്? ദാരിദ്ര്യത്തിലാണ്. മക്കൾക്ക് ജോലിയില്ല, ഭർത്താവിന് ജോലിയില്ല, ഉള്ള ജോലിയിൽ ശമ്പളമില്ല, കടം വർദ്ധിച്ചു വരികയാണ്, പെൺമക്കളുടെ കല്യാണപ്രായമായിട്ടുണ്ട്, കയ്യിൽ പണമില്ല, സ്വന്തമായിട്ടൊരു വീടില്ല, വീടിൻ്റെ പണി തുടങ്ങി വെച്ചത് അത് പൂർത്തിയാക്കാൻ കയ്യിൽ പണമില്ല, വീടിൻ്റെയും ഭൂമിയുടെയും ആധാരം ബാങ്കിലാണ്, വീട് ജപ്തിയുടെ വക്കിലാണ്, വലിയ വിഷമത്തിലാണ്, രോഗം വന്നാൽ പോലും ചികിത്സിക്കാൻ കയ്യിൽ പണമില്ല. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറഞ്ഞ് വലിയ വിഷമത്തോടു കൂടി എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ജീവിതത്തിൽ ധാരാളം സ്വലാത്തിനെ അധികരിപ്പിക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറി നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. മാത്രമല്ല വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല. ഒരു ബുദ്ധിമുട്ടുകളോ ഒരു പ്രയാസങ്ങളോ ഒരു വിഷമങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നല്ല സന്തോഷവും സമാധാനവും നല്ല ഹൈറും ബറക്കത്തുമുള്ള ജീവിതമായിരിക്കും എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ഉണ്ടാകുക എന്ന് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് മരണം വരെ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. മാത്രമല്ല അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കുകയും ചെയ്യും. നാമൊക്കെയും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ ഇനി ഒരിക്കലും അത് നടക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എന്നാൽ അതൊക്കെയും നിങ്ങൾ ജീവിതത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹു എളുപ്പത്തിൽ നിറവേറ്റി തരുന്നതാണ്. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. അത്രക്കും വലിയ അത്ഭുതമാണ് സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും എല്ലാ സങ്കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയും എന്ന്. സ്വലാത്ത് കൊണ്ടും സലാം കൊണ്ടും തവസ്സുൽ ചെയ്യുക എന്നുള്ളത് മനുഷ്യരിലും ജിന്നുകളിലും മലക്കുകളിലുമൊക്കെ പതിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമമോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നേരിട്ടാൽ, അള്ളാഹുവിൻ്റെ പല പരീക്ഷണങ്ങളും നേരിട്ടാൽ, അല്ലെങ്കിൽ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിറവേറിക്കിട്ടാൻ, കടങ്ങൾ വീടാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, സന്താനങ്ങൾ ജനിക്കാൻ, ജോലി ലഭിക്കാൻ, സമ്പത്ത് വർദ്ധിക്കാൻ, കല്യാണം ശരിയാകാൻ, പദവികൾ ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും സത്യവിശ്വാസികളായ ആളുകൾ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങി അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കുന്നതുമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗമാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വളരെ വലിയ ഇഷ്ടമാണ്.
മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയവും നമുക്ക് പരിഹരിക്കാൻ സ്വലാത്ത് മതി. സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലില്ല. നമുക്കറിയാം സ്വലാത്ത് പലതരത്തിലുണ്ട്. എന്നാൽ എല്ലാ സ്വലാത്തുകളും വളരെ വലിയ ശക്തിയേറിയ സ്വലാത്തുകളാണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂർ എന്ന നാമം അടങ്ങിയ ഒരു സ്വലാത്തുണ്ട്. എന്നാൽ ഈ ഒരു സ്വലാത്ത് ആരെങ്കിലും ജീവിതത്തിൽ പതിവാക്കിയാൽ അവരുടെ ഇരുൾ അനുഭവപ്പെടുന്ന മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രകാശം നൽകുന്നതാണ്. അപ്പോൾ ആ വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുന്ന ആ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ്യ. ഈ സ്വലാത്ത് നമുക്കൊക്കെയും ധാരാളം ആളുകൾക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ സ്വലാത്താണ് ഇത്. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? അല്ലാഹുവേ, പ്രകാശമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ അഹ്ലിനും നീ ഗുണം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് കടങ്ങൾ ഉള്ള ധാരാളം ആളുകൾ ചൊല്ലി അവരുടെ കടങ്ങൾ വീടിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. മാത്രമല്ല, പ്രധാനമായിട്ടും മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട ഒരു സ്വലാത്താണ് ഇത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ കടങ്ങൾ ഉള്ള എല്ലാവരും നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചൊല്ലുക. ഈ ഒരു സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഈ സ്വലാത്ത് നിങ്ങൾ ഒരു ആഗ്രഹം മനസ്സിൽ കരുതി ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം മാത്രമല്ല നിറവേറിക്കിട്ടുക, നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലേണ്ടത് നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിറവേറിക്കിട്ടേണ്ടത് നിങ്ങൾ മനസ്സിൽ കരുതി നല്ല വിശ്വാസത്തോടുകൂടിയും നല്ല ഇഖ്ലാസോടുകൂടിയും നിങ്ങൾ ഈ സ്വലാത്ത് 100,000 ചൊല്ലുക. അങ്ങനെ നിങ്ങൾ ഈ സ്വലാത്ത് 100,000 ചൊല്ലിത്തീരുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ്. അത്രക്കും വലിയ ശക്തിയുള്ള വലിയ പവറുള്ള ഒരു സ്വലാത്താണ് ഇത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ പദവി നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. അത്രക്കും വലിയതാണ്. നമ്മുടെ എത്ര വലിയ പ്രയാസങ്ങളും തടുക്കാൻ അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലിയാൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്ത് ഒരു ചെറിയ സ്വലാത്താണെങ്കിലും വലിയ ശക്തിയേറിയ സ്വലാത്താണ്. ഈ സ്വലാത്ത് നമുക്ക് 1,00,000 ചൊല്ലി തീർക്കാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ എൻ്റെ മേൽ 1000 സ്വലാത്തിനെ പതിവാക്കിയാൽ അവൻ സ്വർഗത്തിലെ ഇരിപ്പിടം കാണാതെ മരിക്കുകയില്ല എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു 1000 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുക. ഇനി അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വിജയമായിരിക്കും ഉണ്ടാകുക എല്ലാ കാര്യത്തിലും. മാത്രമല്ല, ആഖിറത്തിലും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഒരു സ്ഥാനം നൽകും. മാത്രമല്ല, ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, കടങ്ങളുള്ള ആളുകൾ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, മാത്രമല്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ടും അള്ളാഹുവിൻ്റെ പല പരീക്ഷണങ്ങളും അനുഭവിക്കുന്ന ആളുകളൊക്കെ നിയ്യത്താക്കി ഈ സ്വലാത്ത് 1,00,000 നിങ്ങൾ ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് 1,00,000 നിങ്ങൾ ചൊല്ലിത്തീരുമ്പോഴേക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അതിന് ഫലം നൽകുന്നതാണ്. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വലിയ വിജയം നൽകട്ടെ.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു എടുത്തു കളഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബർക്കത്തും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യമക്കൾ, കുടുംബക്കാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.